ഹായ് ആസിഫാണ്. ജബൽ അലി ഫ്രീ സോണിൽ ഒരുപാട് കമ്പനീസ് ഉണ്ട്, ലോജിസ്റ്റിക്സ് കമ്പനീസ്, മാനുഫാക്ചറിങ് കമ്പനീസ് ഒക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയച്ചു ചോദിക്കുന്നു, ബ്രോ ഈ ഫ്രീ സോണിൽ എങ്ങനെ എൻ്റർ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഫ്രീ സോണിൽ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികൾക്ക് മാത്രമേ ഗേറ്റ് പാസ് ഹോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അവർ ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ ആ ഇൻ്റർവ്യൂ കാൻഡിഡേറ്റ്സിന് ഗേറ്റ് പാസ് ഇഷ്യൂ ചെയ്ത് കൊടുക്കും. പിന്നെ ബിസിനസ് മീറ്റിംഗ് പല പർപ്പസിൽ ഇഷ്യൂ ചെയ്ത് കൊടുക്കും. ജോബ് സീക്കിങ്ങിന് അങ്ങനെ ഒന്നും പാസ് ആരും ഇഷ്യൂ ചെയ്ത് കൊടുക്കത്തില്ല. ഇപ്പോൾ ഇവിടെ നോക്കി, ഈ ഗേറ്റൊക്കെ കണ്ടില്ലേ, വരുന്ന സമയത്ത് ഈ ഗേറ്റിലൊക്കെ സെക്യൂരിറ്റീസ് ഉണ്ട്. ഇവർ നിങ്ങളോട് ഗേറ്റ് പാസ് ചോദിക്കും. അപ്പം ഗേറ്റ് പാസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇവർ നിങ്ങളെ അകത്തേക്ക് എൻ്റർ ചെയ്യാനായിട്ട് അലോ ചെയ്യത്തില്ല. മെട്രോയിൽ വന്നിറങ്ങി കഴിഞ്ഞാൽ 2 മെട്രോ സ്റ്റേഷനാണ് ഈ ജബൽ അലി ഫ്രീ സോണായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള, UAE എക്സ്ചേഞ്ച് അതുപോലെ ധനൂബ് മെട്രോ സ്റ്റേഷൻ. പക്ഷേ ഈ മെട്രോ സ്റ്റേഷനിൽ ഫ്രീ സോണിന്റെ എക്സിറ്റിന്റെ അവിടെ സെക്യൂരിറ്റീസ് കാര്യങ്ങളുണ്ടാവും. വാലിഡ് ഫ്രീ സോൺ വിസ ഉള്ളവർക്കും അതുപോലെ തന്നെ ഗേറ്റ് പാസ് ഉള്ളവർക്കും മാത്രമേ അവർ എൻട്രി അലോ കൊടുക്കത്തുള്ളൂ. ലീഗലായിട്ട് ജോബ് സീക്കാനായിട്ട് ഗേറ്റ് പാസ് കിട്ടുന്ന കാര്യം വളരെ ടഫാണ്. പിന്നെ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഹോസ്റ്റ് ചെയ്ത് തരാൻ പറ്റും. ഇൻ കേസ് ബസ്സിൽ വരുന്നവരാണെന്നുണ്ടെങ്കിലും ഈ ഗേറ്റിൽ വരുമ്പോൾ സെക്യൂരിറ്റി ഒക്കെ ബസ്സിൽ കയറിയിട്ട് ഗേറ്റ് പാസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യും. എന്തെങ്കിലും പോസിബിലിറ്റീസ് നിങ്ങൾക്ക് ആരെങ്കിലും സജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് കയറി ജോബ് സീക്ക് ചെയ്യാൻ പറ്റും. ഏത് തരത്തിലുള്ള ജോലിക്കാർക്കായിരുന്നാലും ജബൽ അലി ഫ്രീ സോൺ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഇപ്പോൾ തന്നെ എയർപോർട്ട് ഫ്രീ സോൺ ആയിരുന്നാലും DWC ഫ്രീ സോൺ ആയിരുന്നാലും ഇവിടെ ഒക്കെയും ഗേറ്റ് പാസ് ഏതെങ്കിലും ഒരു കമ്പനി ഹോസ്റ്റ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എൻട്രി അലോഡ് ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്തോ.